തേക്കടി പുഷ്പമേള നഗറിൽ കണ്ട മനോഹരമായൊരു കാഴ്ചയാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. ശ്രീ ചമ്പംകുളം ഗോപി വൈദ്യർ സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. കുമളിപ്പട്ടണത്തിൻ്റെ ഉയർച്ചയിൽ നിർണായകമായി സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെയധികം വേദനയുളവാക്കി. ഞാൻ ഏത് പോസ്റ്റ് ഇട്ടാലും രാവിലെ തന്നെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ലൈക്ക് ചെയ്യുകയും അതിൻ്റെ അകത്ത് തെറ്റുകുറ്റങ്ങൾ മെസ്സഞ്ചറുകളിൽ എന്നെ അറിയിക്കുകയും അത് തിരുത്തണമെന്ന് പറയുകയും ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ഫ്രണ്ടായിരുന്നു ശ്രീ ചമ്പംകുളം ഗോപി വൈദ്യർ. അദ്ദേഹത്തിൻ്റെ സ്മരണിക പുറത്തിറക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചരിത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ സംഭവബഹുലമായ വളരെ നല്ല ഒരു വ്യക്തിത്വത്തിനുടമയായ അദ്ദേഹത്തിൻ്റെ ജീവിതം എല്ലാവർക്കും മാതൃകാപരമായ ഒന്നായിരുന്നു. അദ്ദേഹം ജനിച്ചത് ഇവിടെയല്ല, കാഞ്ഞിരപ്പള്ളിയിൽ ചമ്പംകുളം അയ്യപ്പൻ വൈദ്യരുടെയും ജാനകിയമ്മയുടെയും മകനായി, നാലാമത്തെ മകനായി 1945 ജനിച്ചു. കുട്ടിക്കാലം മുതൽ തന്നെ സ്കൂളിലെ പഠന കാലത്ത് തന്നെ എല്ലാ കാര്യങ്ങളിലും മികവ് പുലർത്തിയ അദ്ദേഹം പ്രത്യേകം സാഹിത്യത്തിലും പ്രത്യേകം അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിരുന്നു. സ്കൂൾ പഠനകാലത്ത് തന്നെ ബാലജന വിജയ് എന്ന പേരിൽ ഒരു ബാലജനയോഗം സ്ഥാപിക്കുകയും പൂമൊട്ട് എന്ന കയ്യെഴുത്തു മാസിക ആ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് കോളേജിൽ പഠന സമയത്തൊക്കെ മാഗസിൻ എഡിറ്ററായിട്ടൊക്കെ ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ട്.